ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ 2014 മോഡൽ കവാസാക്കി C250യിൽ ഒരു റേഡിയേറ്റർ ഗാർഡ് അല്ലെങ്കിൽ റേഡിയേറ്റർ ഗ്രിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. റേഡിയേറ്റർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ 4 ബോൾട്ടുകൾ നമുക്ക് റിമൂവ് ചെയ്യണം. 2 മുകളിലും 2 താഴെയുമാണുള്ളത്. അതിൽ മുകളിലത്തെ ബോൾട്ടിലാണ് നമ്മുടെ ഹോൺ അറ്റാച്ച് ആയിട്ടുള്ളത്. ആദ്യമായി നമുക്ക് റേഡിയേറ്റർ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കണം. നമുക്ക് വാട്ടർ വാഷ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ആ ഡസ്റ്റും ഈ ഹാർഡായിട്ടുള്ള ഗ്രൈമുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റപ്പ് ചെയ്യേണ്ടതാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ദൂരയാത്ര പോകേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് ഈ റേഡിയേറ്റർ ഗാർഡ് ഇങ്ങനെ ക്ലീൻ ആക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വാട്ടർ വാഷ് ചെയ്യുമായിരുന്നു. പക്ഷേ റേഡിയേറ്റർ ഗാർഡ് വെച്ചാൽ അതൊരു എക്സ്ട്രാ സേഫ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് റേഡിയേറ്റർ ഗാർഡ് വയ്ക്കാമെന്ന് തീരുമാനിച്ചത്. നിങ്ങൾക്ക് ആ റേഡിയേറ്റർ കണ്ടാൽ മനസ്സിലാവും, അതിൽ ചെറിയ ചെറിയ ചെളുക്കങ്ങളൊക്കെ ഉണ്ട്. അത് റേഡിയേറ്റർ ഗാർഡ് ഇല്ലാത്തതിൻ്റെയാണ്. അപ്പോൾ റേഡിയേറ്റർ ഗാർഡ് വയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് വെച്ചാൽ അത്രയും നല്ലത്. ഇതാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന റേഡിയേറ്റർ ഗാർഡ്. ഇത് നിഞ്ച 250Rനും നിഞ്ച 300നും C250ക്കുമൊക്കെ കോമ്പാറ്റിബിൾ ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേഡിയേറ്റർ സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റേഡിയേറ്റർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ആദ്യം തന്നെ ഈ ഹോണിൻ്റെ വയറിംഗ് ഇങ്ങനെ റിമൂവ് ആക്കിയതിന് ശേഷം അവിടെയുള്ള ആ 10mm ബോൾട്ട് നമുക്ക് റിമൂവ് ചെയ്യണം. 10mm ബോൾട്ട് റിമൂവ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ടൂള് ഒരു റാച്ചറ്റാണ്. അതിൽ 10mm സോക്കറ്റ് ഇട്ടാണ് ഞാനത് റിമൂവ് ചെയ്യുന്നത്. ബോൾട്ട് ലൂസാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹോൺ തിരിഞ്ഞ് റേഡിയേറ്ററിൽ കൊണ്ട് റേഡിയേറ്ററിൻ്റെ ഫിൻസ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത 2 ബോൾട്ട് വരുന്നത് താഴെയാണ്. അത് നമുക്ക് ഈ 10mm റാച്ചറ്റ് വെച്ചിട്ട് ഊരണം. മുകളിലെ ഈ ഒരു ബോൾട്ടും കൂടി ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റേഡിയേറ്റർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. റേഡിയേറ്റർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ആദ്യം തന്നെ റേഡിയേറ്റർ ഗാർഡ് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഹോൾസായിട്ട് പൊസിഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ താഴത്തെ ബോൾട്ടുകൾ രണ്ടും പൊസിഷൻ ചെയ്യണം. പിന്നെ മുകളിലത്തെ ഈ ബോൾട്ടും പൊസിഷൻ ചെയ്യണം. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഹോൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതാണ് എളുപ്പം. ബോൾട്ട് എല്ലാം പൊസിഷൻ ചെയ്തതിന് ശേഷം എല്ലാം കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാ ബോൾട്ടുകളും ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഹോണിൻ്റെ വയറിംഗ് ഈ ഒരു ഹോൾഡറിലേക്ക് പുഷ് ചെയ്ത് വയ്ക്കണം. അങ്ങനെ കവാസാക്കി C250യിൽ റേഡിയേറ്റർ ഗാർഡിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.